ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പപ്പടമൊക്കെ കഴിക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ എന്തൊരു കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും ഒന്നും വേണമല്ലേ, കറുമുറുന്ന്. അപ്പോൾ അതിന് പപ്പടം ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറ് ആദ്യക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നാണ്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്താനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ചോറ് ഉണക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ വറ്റൽ ആ ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇത് നേരിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം അരച്ചതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിട്ട് കൊടുത്തു, പിന്നെ ഒരു സവോളയാണ് അപ്പോൾ അത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, പിന്നെ വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് എല്ലാതും കൊണ്ട് യോജിച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നല്ല വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് എടുക്കുന്നതിൻ്റെ പാത്രത്തിൻ്റെ നേരെ പകുതി അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ചോറെടുത്ത പാത്രത്തിലല്ല, കയ്യിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തിട്ട് നന്നായി ഒന്നുകൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സോഡാപ്പൊടി ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു ലേശം ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് കൈവച്ച് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് പെരുജീരകത്തിൻ്റെ പൊടിയും അതുപോലെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി അതുകൊണ്ട് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് എല്ലാ ഭാഗത്തും അങ്ങോട്ട് പെടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നന്നായി കൈവച്ച് കുഴക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുഴച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടത്. അതാണ് ഈ ഒരു ഭാഗത്ത് മഞ്ഞ കളർ കണ്ടത്. പിന്നെ ഇതേ ഓരോ നുള്ളിങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇട്ടതിൻ്റെ ശേഷം എണ്ണ ചൂടായതിലേക്ക് നല്ല ചൂടായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ചൂടായി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കുറേ നേരം സിമ്മിലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. പെട്ടെന്ന് തന്നെ മറിച്ചിടുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറേ നേരം അങ്ങോട്ട് ലോ ഫ്ലെയിം വെച്ച് വെന്തതിന് ശേഷം, ഒരു സൈഡ് വെന്തതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. കഴിക്കാൻ ചോറിൻ്റെ കൂടെ എന്നല്ല, സാധാരണ വെറുതെ കഴിക്കാനും മക്കൾക്കൊക്കെ ഇഷ്ടമാവണ ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.